2014 ഒക്ടോബർ 2 ഒരു പുഴയിൽ വെച്ച് 2 വർഷം പ്രായമുള്ള സാൽമണിനെ കണ്ടെത്തി. ഇതിൽ പ്രൈറി ക്രീക്ക് മത്സ്യ ഫാമിന്റെ ലോഹ ടാഗ് ഘടിപ്പിച്ചിരുന്നു. ഇതിനർത്ഥം പ്രസ്തുത മത്സ്യ ഫാമിൽ വളർന്നിരുന്നതായിരുന്നു ആ സാൽമൺ മത്സ്യമെന്നായിരുന്നു. അവ എങ്ങനെയാണ് സമുദ്രത്തിൽ നിന്ന് മത്സ്യ ഫാമിലെത്തിയത് എന്നതാണ് ചോദ്യം. സമുദ്രത്തിൽ നിന്ന് പുഴയിലെത്താനുള്ള ദൂരം പരിഗണിക്കുമ്പോൾ സാൽമണിന്റെ യാത്ര അസാധ്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. താൻ ജനിച്ച മത്സ്യ ഫാമിലെത്താൻ റെഡ്വുഡ് ക്രീക്കിൽ നിന്ന് സമുദ്രത്തിലെത്തണം. പിന്നീട് പ്രസ്തുത സാൽമൺ മത്സ്യം 5 കിലോമീറ്ററുകളോളം ഒഴുക്കിനെതിരെ നീന്തി നദിയിലെ ആദ്യത്തെ കവലയിലെത്തണം. ഈ കവലയിൽ നിന്ന് വടക്കോട്ട് നീന്തി മുന്നോട്ട് കുതിക്കുമ്പോൾ അനേകം ശാഖകൾ തന്നെ അവ അഭിമുഖീകരിക്കും. സാൽമൺ മത്സ്യം ജനിച്ച ഫാം ഇതിലൊരു ശാഖയുടെ മധ്യത്തിലായിരുന്നു. സാൽമണിന്റെ മുമ്പിലുള്ള ആദ്യത്തെ പരിഗണന വലത്തോട്ട് തിരിയുക എന്നതാണ്. കാരണം ആ ദിശയിൽ നിന്നാണ് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അത് ഇടത്തോട്ട് തിരിയാനാണ് തീരുമാനിക്കുക. അങ്ങനെ ഫാമിന് പിറകുവശത്തുകൂടെ എത്താനും മത്സ്യഫാമിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന വെള്ളം ശേഖരിക്കുന്ന ഒരു കൈവടിയുണ്ടായിരുന്നു. മിക്ക സമയത്തും ഈ കൈവടിയിലൂടെ കുറച്ചു വെള്ളം മാത്രമേ ഒഴുകിയിരുന്നുള്ളൂ. എന്നാൽ പ്രസ്തുത വർഷം മഴ ധാരാളം പെയ്തതിനെ തുടർന്ന് ഈ കൈവടിയിലെ ജലനിരപ്പ് ഉയർന്ന് നദിയിലെത്തി. ദുർബലമായ ഈ പ്രവാഹം മതി സാൽമണിന് അതിന്റെ ഗന്ധം തിരിച്ചറിയാൻ. അതിലൂടെ മുന്നേറി അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ സാൽമണിന് പ്രയാസമുണ്ടായില്ല. കൈവടികളിൽ വാട്ടർ പൈപ്പ് സൃഷ്ടിക്കുന്ന സംശയങ്ങൾ ദൂരീകരിച്ച് വഴി കണ്ടെത്താൻ അവക്ക് കഴിഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏത് തടസ്സങ്ങളും ഒഴിവാക്കി കൃത്യമായ പാത കണ്ടെത്തുവാനുള്ള അവയുടെ സിദ്ധി നിരവധി പഠനങ്ങൾ വ്യക്തമായി തെളിയിച്ചു. തടസ്സങ്ങൾക്കുമേൽ തന്റെ തല ശക്തമായി ഇടിച്ച് ബലം പ്രയോഗിക്കാൻ അവ മടികാട്ടുന്നില്ല. 2 വർഷം മുമ്പ് താൻ പിറന്നു വീണ ചെറിയ അരുവിയിൽ തന്റെ അമ്പരപ്പിക്കുന്ന യാത്രക്കൊടുവിൽ സാൽമൺ മത്സ്യമെത്തുന്നു. ടാഗുകൾ കെട്ടപ്പെട്ട 70ഓളം സാൽമൺ മത്സ്യങ്ങളെ മത്സ്യഫാം അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു.
സാൽമൺ മത്സ്യത്തിന്റെ ഈ അത്ഭുതകരമായ കഥ സൃഷ്ടിയുടെ മഹത്തായ ഒരു നിദർശനമാണ്. സാൽമണിന്റെ യാത്രയുടെ ഓരോ ഘട്ടവും കണക്കുകൂട്ടിയിട്ടുണ്ട്. താൻ ജനിച്ചു വീണ സ്ഥലത്തേക്ക് തിരിച്ചെത്താനുള്ള പ്രോഗ്രാം അടങ്ങുന്നതാണ് സാൽമൺ മത്സ്യത്തിന്റെ ശരീരമെന്നതുതന്നെ അമ്പരപ്പുളവാക്കുന്നതാണ്. മഹാസമുദ്രത്തിൽ നിന്ന് തന്റെ വഴി കണ്ടെത്താനുള്ള പ്രകൃതിപരമായ കോമ്പസ് അവ ആർജിച്ചെടുത്ത് മുന്നോട്ടു പോകുന്നു. ഇത് ആകസ്മികത കൊണ്ടല്ലെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഏറ്റവും ഊർജ്ജസ്വലമായ ഘ്രാണശക്തിയും അവക്കാണുള്ളത്. തനിക്ക് വിധിച്ച ദേശാന്തര ഗമനമെന്ന സൃഷ്ടി ദൗത്യം കൃത്യമായത് പാലിക്കുന്നു. സാൽമൺ മത്സ്യത്തിന്റെ ഈ അസാധാരണമായ കഴിവുകൾ സന്നിവേശിപ്പിച്ചത് പ്രപഞ്ചങ്ങളുടെ നാഥനും സൃഷ്ടാവുമായ അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായ ജീവികളിലൊന്നാണ് തേനീച്ച. അത് നിർമ്മിക്കുന്ന തേൻ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവുമാണ്. വളരെ സൂക്ഷ്മമായി നിർമ്മിക്കുന്ന തേനീച്ചക്കൂട്ടിലാണ് തേനീച്ചകൾ വസിക്കുന്നത്. ഓരോ കൂട്ടിലും തേൻ വഹിക്കുന്ന 6 വശങ്ങളുള്ള അറകളുണ്ടാവും. ഈ അറകളിൽ തേൻ ശേഖരിക്കാൻ തേനീച്ച പുഷ്പങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത് അതീവ ശ്രമകരമായൊരു യത്നമാണ്. 40 ദശലക്ഷം പുഷ്പങ്ങൾ സന്ദർശിച്ചാണ് 1/2 കിലോ തേൻ അവ നിർമ്മിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഈ പൂക്കൾ കണ്ടെത്തുന്നത് തന്നെ വിഷമകരമായൊരു ജോലിയാണ്. ഇതിനായി തേനീച്ച അവരുടെ കൂട്ടത്തിലെ രംഗ നിരീക്ഷകരെ ഭക്ഷ്യ ശേഖരണക്കാരെ നിയോഗിക്കുന്നു. തേൻ ശേഖരണക്കാരായ ഈ തേനീച്ചകൾ പൂക്കളിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തിരിച്ച് വഴി തെറ്റാതെ കൂട്ടിലെത്താനുള്ള പാത അവ കണ്ടെത്തുന്നത് എങ്ങനെ? തേനുള്ള പൂക്കളുടെ സാന്നിധ്യം തന്റെ കൂട്ടുകാരെ അറിയിക്കാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? ഈ ചോദ്യങ്ങൾ നമ്മെ ചില കൗതുകകരമായ നിഗമനങ്ങളിലെത്തിക്കുന്നു. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് തേനിന്റെ സ്രോതസ് കണ്ടെത്തിയ ഒരു തേനീച്ചയാണ്. ഈ ഭക്ഷ്യശേഖരണക്കാരന്റെ ദൗത്യം താൻ കണ്ടെത്തിയ പൂക്കളെപ്പറ്റി തന്റെ കൂട്ടുകാർക്ക് വിവരം നൽകുകയാണ്. ആദ്യമായി താൻ ശേഖരിച്ച തേനിന്റെ ഗുണമേന്മയെപ്പറ്റി കൂട്ടിലെ സഹചാരികൾക്ക് വിവരം നൽകുന്നു. ഇതിനായി അതിന്റെ